ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. അപ്പൊ ഇനി എന്ത് ചെയ്യണം? എല്ലാ മക്കളും പ്രസന്റ് എഴുതിയിടണം ചാറ്റിങ്ങിൽ അല്ലെ, ചെയ്തവരും. ഓക്കെ, അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഓർമ്മയുണ്ടോ എല്ലാ മക്കൾക്കും? ഓക്കെ, ഓർമ്മയുണ്ട് അല്ലേ? അപ്പോ നമ്മള് പേജ് നമ്പർ 7 അല്ലേ? 7 ആണോ നിങ്ങളുടെ ബുക്കില്? മിസ്സിന്റെ ബുക്കിൽ പേജ് നമ്പർ 7 ആണ്. ചിലപ്പോ മാറ്റം ഉണ്ടാവും കേട്ടോ. പേജ് നമ്പറില് ചിത്രം കാണാം വായിക്കാം അല്ലേ? അതായിരുന്നു നമ്മൾ വായിച്ചത്. എന്തേ അൻവിത അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ മോളെ. 7 തന്നെയാണോ? ഓക്കെ, ഞാൻ വിളിച്ചു. അപ്പൊ പേജ് നമ്പർ 7 ചിത്രം കാണാം വായിക്കാം അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചാണ്. എന്തൊക്കെയായിരുന്നു? എലി, ഏണി, ഐരാവതം, ഒട്ടകം, ഓല, ഔഷധം, അംബുജം അല്ലേ? അപ്പൊ സ്വരാക്ഷരങ്ങള് ആ, ഇ, ഉ, എ, ഐ, ഓ, ഔ, അം. ഇത്രയും വേർഡ്സ് തുടങ്ങുന്ന, ഇത്രയും അക്ഷരത്തിൽ തുടങ്ങുന്ന ഓരോ പദങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ, ഏതൊക്കെയായിരുന്നു അത്? കഴിഞ്ഞതും കൂടെ നോക്കിയേ. ആ അമ്പിളി, ആ ആന, ഈ ഇല, ഈ ഈച്ച. ഓക്കെ, മിസ് വായിക്കുന്നത് തൊട്ട് പിടിച്ചേതാ? ആദ്യ കുട്ടികളതാ പെൻസിൽ ഉപയോഗിച്ച് ഇങ്ങനെ കൈകൊണ്ട് അല്ലേ? ഓക്കെ, തൊട്ട് പിടിക്കുക. അതുപോലെ നോക്കിയേ, ഏതാ വായിക്കുന്നതിന്? ഈ ഈച്ച, ഉറുമ്പ്, ഊഞ്ഞാൽ, ഋഷി. നെക്സ്റ്റ് എലി, ഏണി, ഐരാവതം, ഒട്ടകം, ഓല, ഔഷധം, അംബുജം അല്ലേ? ഇത്രയും പദങ്ങൾ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് പേജ് നോക്കിയേ മക്കള്. 8. അടുത്ത പേജ് നോക്കിയേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ് അല്ലെ ഇതിപ്പോ പറഞ്ഞത്. അപ്പോ സ്വരാക്ഷരങ്ങൾ കണ്ടോ? സ്വരാക്ഷരങ്ങൾ എഴുതിയത് കണ്ടോ? എന്താ ഇതിന്? സ്വരാക്ഷരങ്ങൾ അല്ലെ? ഏതൊക്കെയാണെന്ന് നോക്കിയേ സ്വരാക്ഷരങ്ങള്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണല്ലേ? എഴുതിയൊക്കെ പഠിച്ച് നമ്മൾ നല്ല വെട്ടി പഠിച്ചാണ് അല്ലേ? സ്വരാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചാണ്. പിന്നെന്താ പറയുന്നത് അടുത്തത്? അപ്പൊ സ്വരാക്ഷരങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞ് പഠിക്കണേ. ആ, ഇ, ഉ, എ, ഐ, ഓ, ഔ, അം, അ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞത് കണ്ടോ? എന്തിന്റെ ഒരു പിക്ചറാണ് അവിടെ കാണുന്നത്? ഒരു പിക്ചർ കാണുന്നുണ്ടോ നിങ്ങള് താഴെ? എല്ലാവർക്കും അറിയാം അല്ലേ? എല്ലാവർക്കും ഇഷ്ടാണോ അത്? ആണോ ഇഷാനി? അത് എന്തിന്റെ പിക്ചറാ? പപ്പടം. പപ്പടം അല്ലേ? എല്ലാവർക്കും ഇഷ്ടാണോ പപ്പടം? ഓക്കെ, അതെ, ചിരി വരുന്നുണ്ട് അല്ലേ? പപ്പടം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോ എന്താണ്? അകമില്ല പുറമില്ല, ഞെട്ടില്ല വട്ടയില. എന്താണ് പപ്പടത്തിന്റെ? ഉണ്ടോ? അതാണ് ചോദ്യം. അതിന്റെ അകമില്ല പുറമില്ല, ഞെട്ടില്ല വട്ടയില. പപ്പടം അല്ലേ? ആൻസർ എന്താ? പപ്പടം. അകമില്ല പുറമില്ല, ഞെട്ടില്ല വട്ടയില. നെക്സ്റ്റ് അതിന് താഴെ എന്താ നോക്കിയേ? വഴി കാണിക്കാം. അതിന് വഴി കാണിച്ചു കൊടുക്കണല്ലോ. എന്തിന്? പക്ഷിക്ക് എവിടേക്കുള്ള വഴിയാ കൊടുക്കേണ്ടത്? എന്താ താഴെ കാണുന്ന ഒരു നെസ്റ്റ് കാണുന്നുണ്ടല്ലേ? ഒരു പക്ഷിക്കൂടുണ്ടല്ലേ? കൂടിലേക്കുള്ള വഴി. ഇവിടെ മുട്ടയൊക്കെ വെച്ച് പക്ഷിക്കൂട് കണ്ടോ നിങ്ങള്? അതിലേക്കുള്ള വഴി ഒന്ന് കാണിച്ചു കൊടുത്തേ മക്കള്. ഒന്ന് വഴി കാണിച്ചു കൊടുത്തേ. ശ്രദ്ധിച്ച് വരക്കണേ. വഴി ഇല്ലടത്തേ വഴി വരക്കാൻ പാടുള്ളൂ. ഇങ്ങനെ വരച്ചാ പറ്റില്ല കേട്ടോ. നേരെ അവിടത്തേക്ക് അങ്ങ് വഴി കൊടുത്താ പോരാ. അതിന്റെ ഇത് ശ്രദ്ധിച്ചിട്ട് വരക്കണം. ഏതൊക്കെയോ കുറച്ച് വളഞ്ഞ വഴിയാണേ, ശ്രദ്ധിച്ചു പോവുക.
ഓക്കെ, കിട്ടിയോ ആർക്കെങ്കിലും? അമ്മമാരാണോ വരക്കുന്നത് വഴി? അല്ല അല്ലേ? ഇല്ല, ഇപ്പൊ നല്ല മക്കളായിട്ട് എല്ലാരും വരക്കുന്നുണ്ട്. ഏതൻ തോമസ് വരച്ചോ? എന്തേ ഏതൻ? അയ്യോ സൂപ്പർ, ഇത്ര വേഗം വരച്ചോ? ഓക്കെ, വെരി ഗുഡ്. എല്ലാരും വരച്ചു. വേഗം വഴി കാണിച്ചു കൊടുത്തു അല്ലെ നെക്സ്റ്റിലേക്ക്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നല്ല മക്കളും നല്ല വൃത്തി വഴി കാണിച്ചു. ഷഹലിന് കഴിഞ്ഞില്ലേ? ആദിഷ്, ഷഹൽ, ആദിശ്രീ എല്ലാവർക്കും കഴിഞ്ഞോ? ഷാസിൽ കഴിഞ്ഞോ മോനെ? ഉമർ ജാഫർ, ആദിശ്രീ, ഇഷാനി ഷാനു, റിയാൻ ടി പി, ഓക്കെ, വൈഗ, ഏതൻ തോമസ്, ആദിയ മധു, സൂപ്പറായി എല്ലാരും വഴി കൊടുത്തിട്ടുണ്ട് അല്ലെ. നിദാശ പ്രണബ്, ആദിഷ്, മുഹമ്മദ് ഷഹൽ, ഫാത്തിമ മെഹറിൻ, ദക്ഷേഷ് കെ വി. ഉമർ കഴിഞ്ഞില്ലാന്ന് തോന്നുന്നു, ഉമർ വഴി കൊടുത്ത് കഴിഞ്ഞില്ലാന്ന് തോന്നുന്നു. മുഹമ്മദ് ഷാസിൽ, ഡെൽവിൻ ബിജു, ഓക്കെ വെരി ഗുഡ്. അൻവിത പ്രജീഷ്, അൻവിത കുട്ടിയുടെ വഴിയൊക്കെ കൊടുത്ത് കിടന്നു. ആ സൂപ്പർ, ഓക്കെ. അപ്പൊ വഴി കൊടുത്തു എല്ലാവരും അല്ലെ. അടുത്ത പേജ് എന്താ നമുക്ക് നോക്കാം. എന്താ ഇവിടെ കാണുന്നത്? പേജ് നമ്പർ 9 അല്ലേ? ഇതൊക്കെ സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് മിസ് ഇപ്പൊ പൂന്തോട്ടത്തിലേക്കാണ് പോകുന്നത് നമ്മള് അല്ലേ. എന്താ ഇവിടെ കാണുന്നേ? പേജില് എന്താ കാണുന്നേ നിഡാഷ? എന്താ അവിടെ കാണുന്നത്? ഈ ഒരു പിക്ചറിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? എന്ത്? പൂന്തോട്ടം. വെരി ഗുഡ്. അപ്പൊ പൂന്തോട്ടത്തിലേക്കാണ് പോകുന്നത് അല്ലെ. നമ്മൾ ആദ്യത്തെ പാഠത്തിൽ എന്തായിരുന്നു? വിദ്യാലയം അല്ലെ. വിദ്യാലയമൊക്കെ കണ്ടു അല്ലെ, കൂട്ടുകാരൊക്കെ കണ്ടു, ടീച്ചേഴ്സിനൊക്കെ കണ്ടു അല്ലെ. അത് കഴിഞ്ഞ് നമ്മളിപ്പോ എവിടത്തേക്കാ പോകുന്നേ? പൂന്തോട്ടത്തിലേക്ക്. ണ്ടോ നല്ല ഭംഗിയാർന്ന കുറെ പൂക്കളുള്ള ഒരു പൂന്തോട്ടം ഉണ്ട്. ആരൊക്കെ വീട്ടിലുണ്ട് പൂന്തോട്ടം? ഒന്ന് കൈപൊക്കി. ആരൊക്കെ വീട്ടിലുണ്ട് പൂന്തോട്ടം? നല്ല സുന്ദരമായ പൂന്തോട്ടം. അയ്യോ, എല്ലാരും വീട്ടിലും പൂന്തോട്ടം ഉണ്ടോ? ആരാണ് ചെടികളൊക്കെ നടാറ്? നിങ്ങൾ തന്നെയാണോ അല്ല അമ്മമാരാണോ? പ്രിയ നോക്കേന്ന് അമ്മേനെ. ഞാൻ തന്നെയാണോ എന്നാ പറയണ്ടേ അമ്മേന്നല്ലേ. ആ, അപ്പൊ ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ കുറെ ചെടികളൊക്കെ ഇല്ല, പൂന്തോട്ടം ഉണ്ട് അല്ലെ. നല്ല ഭംഗിയായിരിക്കും അല്ലെ പൂന്തോട്ടം. കുറെ ചെടികളും പൂവുകളും ഒക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള ഒരു പൂന്തോട്ടത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അല്ലെ. നമുക്ക് നോക്കാം പൂന്തോട്ടം എങ്ങനെയുണ്ടെന്ന്. ഒന്ന് പാടി നോക്കാം അല്ലെ. ഓൾ ഓഫ് യു ലിസൺ. നട്ട് നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു പൂന്തോട്ടം. മൊട്ടുകൾ പൂവുകളാവുന്നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാനെത്തും ചാരെ ഇളങ്കാറ്റും. എന്തൊക്കെയാണ് പൂന്തോട്ടത്തില്? എന്താ പൂന്തോട്ടത്തെ പറ്റി പറഞ്ഞേ? നട്ടു നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം അല്ലേ. നമ്മള് നട്ട് നനച്ച് വളർത്തണം അല്ലേ. എന്ത്? മുല്ലപ്പൂന്തോട്ടം എന്നാ ഇവിടെ പറയുന്നത് അല്ലേ. മുല്ലപ്പൂവിന്റെ തോട്ടം. അപ്പൊ എല്ലാ പൂക്കളും നട്ടോട്ടോ. നിങ്ങള് എന്ത് ചെയ്യണം? നടണം. പിന്നെന്ത് ചെയ്യണം? നനയ്ക്കണം അല്ലേ. എന്നാലല്ലേ അത് വളർന്നു വരൂ. വെറുതെ നട്ട് വെച്ചാൽ അവിടെ വളരുവോ? ഇല്ല അല്ലേ. അപ്പൊ നട്ട് നനച്ച് വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. പിന്നെ എന്താ പറഞ്ഞേ? മൊട്ടുകൾ പൂവുകളാവുന്നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. അപ്പൊ ചെടിയൊക്കെ നട്ട് നനച്ച് അത് വളർന്ന് വരുമ്പോ നല്ല സന്തോഷം ഉണ്ടാവും. അത് കൂടാതെ അതിൽ മൊട്ടിടുമ്പോ ചെടികൾക്ക് അയ്യോ അടുത്ത ദിവസം പൂവുകളായിരിക്കും വിടരുക അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ചെടി നട്ടു നോക്കണേ. മുറ്റത്ത് എല്ലാവരും ചെടി നടുക. എന്നിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അത് വളർന്ന് വരുമ്പോ അതിന് പൂവുകൾ പിടിക്കും അല്ലേ. നല്ല ഭംഗിയുണ്ടാവും. എന്താ പറയുന്നത് അവര്? മൊട്ടുകൾ പൂവുകളാവുന്നേരം മൊട്ടുകളൊക്കെ വിരിഞ്ഞ് നല്ല ഫ്ലവേഴ്സ് ഒരുപാടാവുമ്പോ എന്തുണ്ടാവും? നമുക്ക്
മൊട്ടിടുമല്ലോ രോമാഞ്ചം. രോമാഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ രോമാഞ്ചം? പുളകം, രോമാഞ്ചം, സന്തോഷം എന്നൊക്കെ പറഞ്ഞ എന്താ? വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാവും അല്ലേ? നമ്മുടെ നട്ട ചെടികൾക്കൊക്കെ പൂക്കൾ ഉണ്ടാവുമ്പം നല്ല രസമായിരിക്കും അല്ലേ? കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. അപ്പൊ വണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ ഉണ്ടാവും അല്ലേ പുഷ്പത്തിന്റെ മേലെ? എന്തിനാ വണ്ടുകളൊക്കെ പോകുന്ന, പൂമ്പാറ്റകളൊക്കെ ചെടിയുടെ അടുത്തേക്ക്? ആർക്കറിയാം? എന്തിനാ പോകുന്നത് ഷഹലേ? പറഞ്ഞോ, എന്തിനാണ് പൂക്കൾ? തേൻ കുടിക്കാനല്ലേ? ഓക്കെ, വെരി ഗുഡ്. തേൻ കുടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കരിവണ്ടുകളും പൂമ്പാറ്റകളും ഒക്കെ പൂവിന് ചുറ്റും പറന്ന് കിടക്കും അല്ലേ? എന്നിട്ട് കുടിക്കാൻ വേണ്ടിയാ വരുന്നവര് അല്ലേ? അപ്പൊ കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. തൊടി മുറ്റം അല്ലേ? മുറ്റത്ത് വട്ടം ചുറ്റിയിടും. എന്തിനാ? അതിന്റെ തേൻ നുകരാൻ വേണ്ടിയല്ലേ? പിന്നെന്താ? ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ എത്തും ചാരെ ഇളം കാറ്റും. ഇളം കാറ്റ് എന്താ? മന്ദമായിരുന്നല്ലേ? കാറ്റ് അത്ര സുഖം ഉണ്ടാവില്ല. പക്ഷെ ഇളം കാറ്റ് ഉണ്ടാവുമ്പോ എന്തുണ്ടാവും? നല്ല ആശ്വാസം ഉണ്ടാവും അല്ലേ? നല്ല ചൂടെടുക്കുന്ന സമയത്ത് നല്ല ഇളം കാറ്റ് വന്നാ എന്താ? നല്ല സുഖം ഉണ്ടാവും അല്ലെ? അപ്പൊ എന്താണ് അതില്? ഇത്തിരി പരിമളം ഊറ്റണം. പരിമളം എന്താ അർത്ഥം? സുഗന്ധം. പരിമളം എന്ന് പറഞ്ഞാൽ നല്ല മണം അല്ലെ? സുഗന്ധം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല മണം. ബാഡ് സ്മെല്ലാണോ? അല്ല, നല്ല ഗുഡ് സ്മെല്ലാണ് അല്ലേ? ഓക്കെ. അപ്പൊ പുഷ്പത്തിന് എങ്ങനത്തെ ഗന്ധം ഉണ്ടാവുക? നല്ല ഗന്ധാണോ ഉണ്ടാവുക? മോശം ഗന്ധാണോ ഉണ്ടാവുക? ഏതാ ഉണ്ടാവുക? അല്ല, ആദിശ്രീ, പുഷ്പത്തിന് എങ്ങനെയുള്ള ഗന്ധം ഉണ്ടാവുക? ഗുഡ് സ്മെല്ലാണോ? നല്ല മണം ഉണ്ടാവും അല്ലേ? റോസാപ്പൂ പോലും വിരിഞ്ഞാൽ നല്ല മണം ഉണ്ടാവും അല്ലെ? ആയിഷ അമ്മയുടെ വീട്ടിലില്ലേ പൂവ്? നല്ല മണാണോ ഉള്ളത്? ഓക്കെ, വെരി ഗുഡ്. അതെ അല്ലേ? അപ്പൊ അതാണ് പറഞ്ഞേ. അപ്പൊ പൂന്തോട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടു? അപ്പൊ ഇന്ന് ചെയ്യണ എല്ലാവരും മുറ്റത്തൊരു കുഞ്ഞു പൂന്തോട്ടം ഉണ്ടാക്കണേ. എന്ത് ചെയ്യണം? അന്നേരം ചെടികൾ നടണം. പിന്നെ എന്ത് ചെയ്യണം? നനയ്ക്കണം. വളർത്തിയിട്ട് വലുതാവുമ്പോ എന്തുണ്ടാവും? ചെടികൾക്കൊക്കെ മൊട്ടുണ്ടാവും. അപ്പൊ ആ മൊട്ട് വിരിയുമ്പോ നമുക്ക് എന്തുണ്ടാവും? നല്ല സന്തോഷം തോന്നും അല്ലേ? പിന്നെന്തുണ്ടാവും? കരിവണ്ടുകളും പൂമ്പാറ്റകളും അല്ലെ? പൂമ്പാറ്റകളെ അറിയില്ലേ? ബട്ടർഫ്ലൈ ഒക്കെ ചുറ്റും ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടാവും. എന്തിനു വേണ്ടി? തേൻ കുടിക്കാൻ വേണ്ടി അല്ലേ? പിന്നെയോ അപ്പൊ ഇത്തിരി പരിമളം, അതിന്റെ സുഗന്ധം ഊറ്റിയെടുക്കാൻ വേണ്ടി എന്തും കൂടെ വരും? ഇളം തെന്നൽ, ഇളം കാറ്റും കൂടി എത്തും അല്ലെ? ചാരേ എന്ന് പറഞ്ഞാൽ സമീപത്ത്. ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ എത്തും ചാരേ ഇളം കാറ്റ്. അപ്പൊ ചെടികളുടെ സമീപത്തേക്ക് ഏത് എത്തും? അരികത്തേക്ക് കാറ്റ് അല്ലെ? ഇളം കാറ്റും എത്തും. അതാണ് പറഞ്ഞത്. അപ്പൊ പൂന്തോട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെ കണ്ടു അല്ലേ? സൂപ്പർ പൂന്തോട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം എല്ലാവരും? ചെടികളൊക്കെ നട്ട് പൂന്തോട്ടം ഉണ്ടാക്കുവോ വീട്ടില്? എന്നിട്ട് എന്ത് ചെയ്യണം? വെറുതെ നട്ടു വെച്ചപ്പോ നല്ല നട്ട് നനച്ച് വളർത്തിയെടുക്കണോ അല്ലേ? അപ്പൊ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഉണ്ടാവും പൂക്കളൊക്കെ വളരുമ്പോ, പൂക്കളൊക്കെ വിടർന്ന് വരുമ്പോ അല്ലേ? ഓക്കെ. അപ്പൊ ഒന്നുകൂടി പാടാം നമുക്ക്. പൂന്തോട്ടം. എന്താ പേര്? ഒന്നുകൂടി പറഞ്ഞ. ആദ്യം നമ്മൾ ഏതാ പഠിച്ചേ? പൂന്തോട്ടം. ആദ്യം എന്താ പഠിച്ചത്? ആദ്യം എന്റെ വിദ്യാലയം. ഓക്കെ, വെരി ഗുഡ്. ഇത് പൂന്തോട്ടം അല്ലേ? നട്ട് നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മുട്ടുകൾ പൂവുകളാവുന്നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരയിളങ്കാറ്റും. പഠിച്ചോ എല്ലാവരും? ഒന്നുകൂടി പാടണോ? നട്ട് നനച്ച് വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മുട്ടുകൾ പൂവുകളാവുന്നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും
തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരെ ഇളങ്കാറ്റും. പഠിച്ചോ എല്ലാവരും? ആരാ പാടാൻ പഠിച്ചേ ഇപ്പോ? ആരാ പഠിച്ചത്? ഡെൽവിൻ. ഡെൽവിൻ പാടിയേ. ഡെൽവിൻ പഠിച്ചിട്ടേ? ഡെൽവിൻ ഡെൽവിൻ അറിയാണ്ട് കൈപൊക്കിയതാണ്. ഡെൽവിൻ പഠിച്ചോ? ഇല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇഷാനി. ഇഷാനി പഠിക്കോ? നട്ടു നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ല പൂന്തോട്ടം. മുട്ടുകൾ പൂകളാവുമ്പോൾ മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തുടിയിൽ വട്ടം ചുറ്റിടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ വേണ്ടി എത്തും ചാരെ ഇളങ്കാറ്റും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ഫാത്തിമ മെഹർ. നട്ടു നനച്ച് വളർത്തുക നല്ലൊരു പൂന്തോട്ടം. മുട്ടുകൾ പൂവുകളാകും നേരം മുട്ടിടുമല്ല രോമാഞ്ചം. കരിവണ്ടകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളം എത്തും ചാരെ ഇളങ്കാറ്റും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറഞ്ഞേ? ആദിശ്രീ. നട്ടു നനച്ച് വളർത്തുക നല്ലൊരു മുല്ല പൂന്തോട്ടം. മുട്ടുകൾ പൂവുകളാവും നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകൾ പൂമ്പാറ്റകളും തുടിയിൽ വട്ടം ചുറ്റിടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരെ ഇളങ്കാറ്റും. ഇളങ്കാറ്റും. ഓക്കെ, വെരി ഗുഡ് ആദിശ്രീ. നെക്സ്റ്റ് വൈഗ. പൂന്തോട്ടം. നട്ടു നനച്ചു പഠിക്കോ? മ്യൂട്ടായി മോളെ, മ്യൂട്ടായി. നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാരിയിളം കാറ്റും. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ദക്ഷേഷ്. ദക്ഷേഷേ അൺമ്യൂട്ട് ചെയ്തോ. നമ്മൾ നല്ലൊരു മുല്ല പൂന്തോട്ടം. മുട്ടുകൾ ആവും നേരം രോമാഞ്ചം. കരിവണ്ടുകളും
തൊടിയിൽ വട്ടം ചുറ്റിടും ഇത്തിരി പരിമളം ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ ഊറ്റിയെടുക്കാൻ എത്തും ചാരെ ഇളങ്കാറ്റും. എളുങ്കാറ്റും. വെരി ഗുഡ് ദക്ഷേഷ്. നെക്സ്റ്റ് ഐഷ മാന. നനച്ച് തുക നമ്മൾ വളർത്തുക നമ്മൾ. ആയിഷക്കുട്ടി പാട്. വളർത്തുക നമ്മൾ വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മുല്ലപ്പൂന്തോട്ടം നല്ല പൂന്തോട്ടം. മുട്ടുകൾ പൂവുകളാകും നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും പൂമ്പാറ്റം ചുറ്റിയിടും. വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ എത്തും ചാരെ ഇളം കാറ്റും. ഓക്കെ വെരി ഗുഡ് ആയിഷ. സൂപ്പർ ആയിട്ടുണ്ടേ. നെക്സ്റ്റ് ഷഹൽ. നട്ടുമടിച്ച് നമ്മൾ നട്ടുനനച്ച് വളർത്തുന്ന നമ്മൾ വളർത്തുക ഞങ്ങൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മുല്ലപ്പൂന്തോട്ടം. മുട്ടുകൾ പൂവുകളാണ് നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിമണ്ണങ്ങളും പൂങ്കാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ എത്തും ചാരും ഇലക്കാറ്റും. ഷഹല് സൂപ്പറായി പാടിയല്ലോ ഷഹലെ. സ്വന്തമായിട്ട് കവിത ഉണ്ടാക്കാൻ തുടങ്ങിയല്ലേ ഷഹലെ. നെക്സ്റ്റ് റിയാൻ. അല്ലേ ഷഹലെ? റിയാൻ പാടിക്കോ. റിയാൻ. വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം. മുട്ടുകൾ പൂവുകൾ ആവുന്നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം.
കരിവണ്ടുകളും പൂമ്പാറ്റകളും പൂമ്പാറ്റകളും തൊടിയിൽ തൊടിയിൽ ഇവിടെ നോക്ക് വട്ടം ചുറ്റുമ്പോൾ ചുറ്റിയിടും ചുറ്റിയിടും വട്ടം ചുറ്റിയിടും ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ ഊറ്റിയെടുക്കാൻ എത്തും ചാരേ ചാരേ ഇളങ്കാറ്റും ഇളം കാറ്റും എല്ലുമല്ല ഇലക്കാറ്റും. ഓക്കെ വെരി ഗുഡ് ഇഷ അല്ല റിയാൻ. നെക്സ്റ്റ് ആദിഷ്. നട്ട് നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ല പൂന്തോട്ടം മുട്ടുകൾ പൂവുകളാകും നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും ഇത്തിരി വളമൂറ്റിയെടുക്കാൻ എത്തും ചാരേ ഇളങ്കാറ്റും ചാര ഇളങ്കാറ്റും. കേക്കുന്നില്ലല്ലോ. അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടാ. ഓക്കെ ഓക്കെ ആദിഷ്. നെക്സ്റ്റ് വെരി ഗുഡ് ആദിഷ്. നെക്സ്റ്റ് സിയ ഫാത്തിമ. സിയ കുട്ടിയുടെ നെക്സ്റ്റ് ഉമർ ജാഫർ. വളർത്തുക നമ്മൾ പരിമളം ഊറ്റിയെടുക്കാൻ ഇളങ്കാറ്റും. ഓക്കെ വെരി ഗുഡ്. ഇളങ്കാറ്റും. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് അൻവിത പ്രജീഷ്. നട്ടു നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ല പൂന്തോട്ടം മൊട്ടുകൾ നമ്മൾ മുട്ടുകൾ ആവുന്നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയും വട്ടം ചുറ്റിയിടും ഇത്തിരി പരിമളം ഉണ്ടല്ലോ ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ എത്തും ചാരി ഇരങ്ങാറ്റ്. വെരി ഗുഡ്. ഏഡൻ തോമസ്. നല്ലൊരു മുല്ല പൂന്തോട്ടം പൂവുകളാവും നേരം മൊട്ടിടുമല്ലോ രോമാഞ്ചം. കരിവണ്ടുകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എത്തും ചാര ഇളങ്കാറ്റും. ഓക്കെ വെരി ഗുഡ് ഏഡൻ. സൂപ്പർ. നെക്സ്റ്റ് ആദിയ മധു. നട്ടു നനച്ചു വളർത്തി
നമ്മൾ നല്ലൊരു മുല്ല പൂന്തോട്ടം മുട്ടുകൾ പൂകൾ ആവും നേരം മുട്ടുക മല്ലോമാജം കരിവണ്ടുകളും പൂമത്തുകളും തുണിയിൽ വട്ടം ചുറ്റിയിടും എത്തിരി വൈകുന്നേരം നോക്കിയെടുത്ത് ഏറ്റവും ചാരി അലങ്കാറ്റും. ഓക്കെ വെരി ഗുഡ് ആദിയ. നെക്സ്റ്റ് നിരാശ പ്രണബ്. നിരാശ കുട്ടി. അത് നട്ട് നനച്ച് വളർത്തുക നമ്മൾ നട്ടുനനച്ച് വളർത്തുക നമ്മൾ നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം നല്ലൊരു പൂന്തോട്ടം മുല്ലപ്പൂന്തോട്ടം പൂന്തോട്ടം മുട്ടുകൾ മുട്ടുകൾ പൂവുകളാവുന്ന നേരം പൂവുകളാകുന്നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം മുട്ടിലിടുന്ന രോമാഞ്ചം കരിവണ്ടുകളും കരിവണ്ടുകളും പൂമ്പാറ്റകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും തുണിയിൽ വട്ടം ചുറ്റിയിടും ഇത്തിരി ഇത്തിരി പരിമളമൂറ്റിയെടുക്കാൻ എടുക്കാൻ എത്തും എത്തും ചാരെ ചാര ഇളം കാറ്റും ഇളങ്കാറ്റും. ഓക്കെ വെരി ഗുഡ് നിരാശ. നെക്സ്റ്റ് സിയ ഫാത്തിമ. സിയ ഫാത്തിമ ഉണ്ടോ അവിടെ? സിയ അൺമ്യൂട്ട് ചെയ്ത് പാട്. നട്ട് വളർന്നിടുന്ന നമ്മൾ നല്ലൊരു മുൾപൂന്തോട്ടം മുട്ടകൾ ആകുന്ന നേരം മുട്ടിലുള്ള രോമാഞ്ചം കരിവണ്ടുകളും ഇത്തിരി വഴിയിൽ ഊറ്റുകയെടുത്താൽ എത്തും ചാരികൾ ഇളങ്കാറ്റും. ഓക്കെ വെരി ഗുഡ് സിയ. നെക്സ്റ്റ് മുഹമ്മദ് ഷാസിൽ. ഷാസിൽ പ്ലീസ് അൺമ്യൂട്ട്. ഷാസിൽ സ്റ്റക്ക് ആണോ ഷാസില്? നെക്സ്റ്റ് ഹേൽജോ ഫെലിക്സ്. അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഹേൽജോ വേഗം, നമ്മുടെ സമയം കഴിയാറായി. ഹേൽജോ. ഷാസിലും ഹേൽജോയും പാടുന്നില്ലേ? ഡെൽവിൻ. ഷാസില് പഠിക്കോ. ഷാസിലെ വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം പൂവുകളാവുന്നേരം മുട്ടുകൾ മുട്ടിടുമല്ല കരിവണ്ടകളും പൂമ്പാറ്റകളും തൊടിയിൽ വട്ടം ചുറ്റിയിടും ഇത്തിരി ഇത്തിരി പരിമളം ഊറ്റിയെടുക്കാൻ എത്തും ചാരെ ഇളങ്കാറ്റും ഇളങ്കാറ്റും. വെരി ഗുഡ് ഷാസിൽ. നെക്സ്റ്റ് ഹേൽജോ ഫെലിക്സ്. റെഡിയാണോ? പഠിക്കോ അല്ലേ? എന്ത് പറ്റി റെഡി ആവാതെ? നെക്സ്റ്റ് ഡെൽവിൻ. ഡെൽവിൻ പഠിച്ചോ? ഡെൽവിൻ പഠിക്കോ? നനച്ചു വളർത്തുക നമ്മൾ നല്ലൊരു മുല്ലപ്പൂന്തോട്ടം മുട്ടുകൾ പൂവും നേരം മുട്ടിടുമല്ലോ രോമാഞ്ചം. ക്ലാസ് കട്ടാവാൻ സാധ്യതയുണ്ട് മക്കളെ. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിലേക്ക് നല്ലതുപോലെ ഇത് വായിക്കണം കേട്ടോ. പാടി പഠിക്കണേ. ഓക്കെ.
ബൈ.